കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ഒരുപോലെ കഴിക്കാവുന്ന സിമ്പിൾ കുക്കർ മുട്ടക്കറി. വായോ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ സവാള, ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ബിരിയാണി ഇല, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലൊരു 6-7 ചെറിയ വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും നന്നായി ചതച്ച് വെക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മൾ 1 ടീസ്പൂണ് പെരുംജീരകവും കൂടി ചേർത്ത് ചതച്ച് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഒരു പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി ഇല ചേർത്ത് സവാള ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിന്റെ കൂടെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത്, അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ ഈ സവാള വഴണ്ട് വരുമ്പോ തന്നെ ഒരു ബ്രൗൺ കളർ വരൂലേ, കാരമലൈസ് ചെയ്ത കളർ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടത്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരക പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ വഴണ്ട് കഴിഞ്ഞാല് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയുടെ കുറവുണ്ട്, അതും കൂടി ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3/4 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്ത് കുക്കർ മൂടി വെച്ചിട്ട് 3-4 വിസില്. അതിനുള്ളിൽ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ 4 മുട്ടയും എടുത്തിരിക്കുന്ന 4 മുട്ട അതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. അവിടെ മുട്ട നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. കുറുകി വരുന്ന വരെ ചെറിയ തീയിൽ വെച്ച് വേവിക്കുക. ഇതിന്റെ ലാസ്റ്റിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകത്തിന്റെ പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കുറുകിയ മുട്ടക്കറി തയ്യാർ. അടിപൊളി ടേസ്റ്റാണ്, ഹോട്ടൽ സ്റ്റൈല്. അപ്പൊ കുക്കറിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇടിയപ്പത്തിന്റെ കൂടെയാണ് ഉണ്ടാക്കണേ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ, എൻ്റെ ആദിലക്ഷ്മി കിച്ചൻ വേണമെന്ന യൂട്യൂബ് ചാനൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? എൻ്റെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ ഫുൾ കാണാൻ പറയാ. കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റ്സ് അറിയിക്കാൻ പറയാ. എന്നാൽ മാത്രമേ എനിക്കതിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്താനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബൈ ബൈ. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരാം. ബൈ ബൈ ഫ്രണ്ട്സ്.